വിഷയങ്ങൾ എന്താണോ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തെയാണെന്ന് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഈ ലൈവ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെന്റർഷിപ്പ് അത് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്നുണ്ട്. അത് വെറുതെ പ്രാക്ടീസ് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ടൈം ഫോർ യു, ചോദിക്കുക. എന്തെങ്കിലും ഐഡിയകൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കും. നിങ്ങൾ ബിസിനസ് സാറേ ഇതുവരെ ഉണ്ടായ പ്രോഗ്രസ് പറയാം. നമ്മൾ ഇതുവരെ ഈ ജേർണിയിൽ ഇതുവരെ ഉണ്ടായ പ്രോഗ്രസ്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ നമുക്ക് അനുഭവിക്കുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ പറയാം. യെസ്, കറക്റ്റ്. അപ്പം എന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു റീസെല്ലിംഗ് ബിസിനസ് ആണ്. ഞാൻ പുതിയ ബ്രാൻഡിൽ എന്റെ ഇത് ഇറക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ലോത്ത് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ഞാൻ 2 കുട്ടികളെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്റെ നൈബേഴ്സ് തന്നെയാണ്. അപ്പൊ ആ ക്ലോത്തുമായിട്ട് അവരുടെ അടുത്ത് പോയി, സ്റ്റിച്ചിങ് സെന്ററിൽ പോയി, ആ 3 പാറ്റേണിൽ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ മെഷർമെന്റ് എല്ലാം എടുത്തു. ആ രീതിയിൽ പോകുന്നുണ്ട്. ഇനി അതിന്റെ ലോഗോ സാറ് പറഞ്ഞല്ലോ, ശരി, നല്ലതാണ്, കുഴപ്പമില്ല, അതുമായിട്ട്. അപ്പൊ അതൊന്ന് പ്രിന്റ് ചെയ്തെടുത്ത് അതൊക്കെ നമ്മളുടെ ലോഗോയും കൂടെ പ്രിന്റ് ചെയ്ത് വേണമല്ലോ ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് വേണമല്ലോ ഇറക്കാൻ. ആ ഒരു അങ്ങനത്തെ ഇതിലേക്ക് ഞാൻ മൂവ് ചെയ്തു. ഇനി ബാക്കി കുറച്ച് പർച്ചേസും കൂടെ എനിക്ക് ചെയ്യണം. കാരണം ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാകെ 2 പാറ്റേണുള്ളൂ എന്ന് പറയരുതല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ചും കൂടെ നോക്കണം. അതിപ്പോ അടുത്ത ദിവസങ്ങളിൽ, ഇപ്പൊ ഇതുവരെ എല്ലാം എന്റെ ഒരു പെർസ്പെക്റ്റീവില് തന്നെയാണ്. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാള്, ചെറുപ്പക്കാരുടെ ഒരു വൈബ് കിട്ടൂലല്ലോ എനിക്ക്. അപ്പൊ ആ രീതിയിൽ ഞാൻ കുറച്ച് സജഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇതുവരെ എന്റെ പ്രോഗ്രസ്. പിന്നെ രണ്ടാമത് ഇനി നമ്മൾ ഇതെല്ലാം ചെയ്തു വരുമ്പോ, അപ്പൊ നമ്മളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ സാറി 23-ാം തീയതി ലൈവ് പ്രോഗ്രാം വെച്ചപ്പോഴത്തേക്കും അപ്പൊ എനിക്കൊരു റിസൾട്ടുമായിട്ട് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രസ് നമുക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് അവിടെ ഷോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ വേണ്ടി കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ ണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നതിൽ അത് ഇതുവരെ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല. ഞാനൊരു നമ്മുടെ ഇത് വന്നിട്ട് ഒരു കണ്ടന്റ്, പിന്നെ ഒരു ഡിജിറ്റൽ ക്രിയേറ്ററിനെ സാർ നമ്പർ തന്നിട്ട്, അഡ്മിൻ തന്നിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നു. പക്ഷെ അയാൾ പത്തനംതിട്ടയാണ്. മാത്രമല്ല പുള്ളി ഇത്തിരി ബിസിയാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു ഈ പൊട്ടത്തരമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു സമാധാനം എനിക്കിങ്ങനെ പറഞ്ഞു തരാനായിട്ട് പുള്ളിക്ക് എപ്പോഴും ചിലപ്പോൾ ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആൾക്കാരാരെങ്കിലും നോക്കുന്നുണ്ട്. അതാണ് എന്റെ ഇതുവരെയുള്ള പ്രോഗ്രസ്. ഞാൻ മൂവ് ചെയ്യാണ്. അങ്ങനെ എനിക്ക് പിന്നെ ലൈവ് നമ്മുടെ തൃശ്ശൂരിലെ പ്രോഗ്രാമിന് മുമ്പേ ഒന്ന് സെറ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇതില് നിങ്ങൾ പോകുന്ന രീതി കറക്റ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഇതിനകത്തുള്ള 90% ആൾക്കാരുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ആണ്. സോഷ്യൽ മീഡിയ പ്രൊഫഷണൽസിന് കിട്ടാൻ വലിയ പ്രയാസമാണ്. സോഷ്യൽ മീഡിയ ആൾക്കാരെ കിട്ടും, പക്ഷെ പ്രൊഫഷണലിസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന് റിസൾട്ട് എടുക്കാൻ പറ്റില്ല. പ്രൊഫഷണലിസം എന്നല്ല, ഹൈലി കണ്ടന്റ് ക്രിയേഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ നല്ല എന്താ പറയുക, നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മീഡിയ ആണിത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതാക്കി എടുക്കുക എന്ന് പറയുന്നത്, ലൈവാക്കി നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാന്ന് പറയും. അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം തേർഡ് പാർട്ടിയെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ് ഫോർ അസ്. കാരണം എന്താണെന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് ഇത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇപ്പൊ സാധാരണ കണ്ടുവരുന്നത്, നിങ്ങളൊരു പുതിയൊരു ചുരിദാർ വന്നു എന്ന് കരുതിക്കോ. ആ ചുരിദാർ ഇട്ടിട്ട് ഒരാള് ഫോട്ടോ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാരിൽ എത്തുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരാഴ്ച സമയം എടുക്കും. അപ്പോഴേക്കും ഈ ഒരാഴ്ച നമ്മൾ മേടിച്ച ചുരിദാർ നമ്മുടെ ഗോഡൌണിൽ കിടക്കും, നമ്മുടെ സ്റ്റോറിൽ കിടക്കും. എന്നിട്ടാണ് പിന്നെ ഓർഡർ വരാൻ തുടങ്ങുന്നത്. പക്ഷെ അതിനപ്പോഴേക്കും നമ്മുടെ ചുരിദാറിന്റെ മെറ്റീരിയൽ ചുരിദാർ എടുത്തത്രയും ചെലവായിരിക്കും ഈ സാധനം മുമ്പോട്ട് പോകാൻ. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഡബിളായി മാറും. ഇതാണ് ശരിക്കും ട്രെൻഡി ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡ്, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ലിബറൽ ആയതുകൊണ്ട് ഇത്രയും പരിപാടിക്കൊന്നും പോവരുത് എന്നാണ് ഞാൻ പറയാം. കാരണം പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയാണ്.
പകരം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്. അതൊരു കോൺസെപ്റ്റ് വേറെ രൂപം പറയും. ഇപ്പോ പുതിയ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് രീതി അനുസരിച്ച് ഒരു ബിസിനസിന്റെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ ഓണർ ചെയ്യുന്ന അത്രയും ഓതന്റിസിറ്റി മറ്റാര് ചെയ്താലും കിട്ടില്ല. അതിനോട്ട് ഒരുപാട് നിയമങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ടാണത്. കാരണം നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എത്രയും നന്നായിട്ട് മറ്റൊരാൾക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലത സരസ്വതി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അതിനെപ്പറ്റി ആൾക്കാരോട് പറയുന്ന രൂപത്തിലേക്ക് വീഡിയോ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും ലളിതവും. ഒന്നും ചെയ്യേണ്ടതില്ല. ഞാനിപ്പോ നിങ്ങളോട് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റെക്കോർഡഡ് ആണ്, നാളെ യൂട്യൂബിൽ കേൾക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനിത് സൂം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും ലളിതമായ മാർഗ്ഗമാണ്, പക്ഷെ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ചുരിദാർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ ആ ചുരിദാർ അൺപാക്ക് ചെയ്യുന്ന കാണിച്ചു കൊടുക്കുക, എടുക്കുക, തുറന്നു കാണിക്കാം, നിരത്തി കാണിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് കാണിച്ചു കൊടുക്കുക, വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ നല്ല ഫിറ്റ്നസ് ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണം അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ആൾക്കാരെ മുമ്പ് പിക്ക് ചെയ്യണം. ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അന്നേരം റെഡിമെയ്ഡ് നിങ്ങൾ ഓൺ ദ സ്പോട്ട് പിക്ക് ചെയ്തിട്ട് പിന്നെ അതിന് നിങ്ങൾ മോഡിഫിക്കേഷൻ, പിന്നെ സമയമൊന്നുമില്ല, ആ മോഡിഫിക്കേഷൻ മുമ്പേ ചെയ്തു വെക്കുക എങ്ങനെയാണ് വേണ്ട ചിലതിന്റെ രീതി. എന്നിട്ട് ആ സാധനത്തിനെ നിങ്ങൾ ഇട്ടിട്ട് എന്നിട്ട് അതിന്റെ ആംഗിളൊക്കെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ എനിക്കറിയാമല്ലോ, സാരിയാണ് ചുരിദാറാണ്, അതിന്റെ രീതിയിൽ ആൾക്കാരെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ എഡിറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര കണ്ട് കൂടുതൽ എഡിറ്റ് ചെയ്യുന്നുവോ അത്രയും ഹുക്കിംഗ് പവർ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇന്റിമസി കിട്ടില്ല. നമ്മൾ ലൈവായിട്ട് കാണിക്കുമ്പോൾ ആൾക്കാർ ഇന്റിമസി കൂടുതലാണ്. അവിടെ തന്നെ താഴെ തന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ള ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഒന്നിക്ക് ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ കൊടുക്കുക, ഓൺ ദ സ്പോട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ലൈവായിട്ട് ഇടുക. ഇപ്പൊ നിങ്ങളൊരു ഷോപ്പിൽ പോകുന്നുണ്ടോ, ഷോപ്പ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെലക്ഷന് വേണ്ടി ഷോപ്പിൽ പോവാണ് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലെ സെലക്ഷൻ മൊത്തം കാണിക്കുക, എടുക്കുക, എന്നിട്ട് ഓൺ ദ സ്പോട്ട് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ബിഗ് ഇഷ്യൂസ് പോലെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓഫറുകൾ ഉണ്ടാക്കണം. 1 to 1, അതായത് ബൈ 1 get 1 ഫ്രീ ഓഫറുകൾ കൊടുക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ബ്രാൻഡിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്. അതായത് നിങ്ങളുടെ സാധനം പോകുന്നത് ഒരു പ്രത്യേക കവറിലായിരിക്കണം. ആ കവറ് അതാത് ബോക്സിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ ഇതാക്കുക. പിന്നെ അയക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എല്ലാത്തിലും വെക്കാൻ മറക്കാതിരിക്കുക. അവർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾ വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു സാരി വാങ്ങിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു താമരയുടെ ലോഗോ ഉള്ള ഒരു ഹുക്ക് വാങ്ങിച്ചു കൊടുക്കുക, ബട്ടൺസ് വാങ്ങിച്ചു കൊടുക്കുക, സാരി ഇട്ട് അവർക്ക് ഇവിടെ അങ്ങ് വിൽക്കാനാണ്. പൊതുവെ ഇല്ലല്ലോ, ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കും ആൾക്കാർക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതിൽ നമ്മുടെ പേരോ അതിന്റെ ബാക്കിൽ ഒരു കാര്യം പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മുടെ മൊബൈൽ നമ്പറോ നമ്മുടെ കമ്പനിയുടെ പേരോ ഇട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ കവർ, നമ്മുടെ അതിനുവേണ്ടി പാക്കിംഗ് കവർ നമ്മൾ ഉണ്ടാക്കുക, ഒന്ന് ഏറ്റവും നന്നായിട്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ സ്റ്റോണ് തന്നപ്പോഴൊക്കെ അങ്ങനെ ചെയ്താണ്ടില്ല. പക്ഷെ അതിനൊക്കെ ഒരുപാട് പണികൾ ഉണ്ട് എന്ന് അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ 100 സാധനം വിറ്റ് കഴിഞ്ഞാൽ ഒരു സാധനത്തിൽ കംപ്ലൈന്റ് വന്നാൽ പണി പോകും. പിന്നെ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് 8ന്റെ പണി കിട്ടും. റീപ്ലേസ്മെന്റ് എന്ന പരിപാടിയോ റിട്ടേൺ എന്ന പരിപാടിയോ ഇതിലില്ല, എടുക്കാൻ പറ്റില്ല. ഡ്രസ് മെറ്റീരിയൽസ് പ്രത്യേകിച്ചില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്ന മെറ്റീരിയൽ നല്ല സിസ്റ്റമാറ്റിക്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷെ വെബ്സൈറ്റ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ ആൾക്കാർക്ക് മെഷർമെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഓരോ വെസ്റ്റേൺ സൈസ് ഒക്കെ അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അത് എബോവ് മീഡിയം റേഞ്ച് ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ, നോർമൽ അല്ല. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അയക്കാൻ പറ്റും. നിങ്ങൾ ആരെടുത്താണോ നിങ്ങളുടെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അവരിൽ ആ ക്വാളിറ്റി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും ഒരിക്കലും മിസ്സാക്കരുത്. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഞാൻ ഇവരുടെ എന്താണ് നിങ്ങളുടെ വേദാന്ത, നിങ്ങളുടെ ഇതിന്റെ പേരെന്താ കമ്പനിയുടെ ലോഗോ? നിവാര. നിവാര എന്താണ് ബാക്കി? ഗ്രേസ് ഇൻ എവരി ത്രെഡ്.
അല്ല, നിവാരയുടെ ഫുൾ നിവാര ഗാർമെന്റ്സോ? ഇല്ല, നിവാര എന്ന് തന്നെ ഉള്ളൂ. നിവാര അത് കംപ്ലീറ്റ് ആയില്ലല്ലോ. ബ്രാൻഡ് നെയിം. നിവാര ബ്രാൻഡ് നെയിം ഡിസൈൻസ്, നിവാര എന്നാണ്. ബ്രാൻഡ് പേര് നിവാര, പക്ഷെ ഗാർമെന്റ്സ് ആണോ അല്ലെങ്കിൽ ഡിസൈൻസ് ആണോ എന്നൊക്കെ പറയണ്ടേ? അത് വേണം. നിവാര ലോഗോ ആണ്, ആ, നിവാര ലോഗോ ആണ്, ഫുൾ നെയിം വേണം. നിവാര ഡിസൈൻ, നിവാര നിവാര ഡിസൈൻ. ആ, നിവാര ഡിസൈൻസ് ആവാം, നിവാര ഗാർമെന്റ്സ് ആവാം, ഡിസൈൻ. നിവാര റെഡി ടു വിയർ ആവാം, നിവാര അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൂടെ ഇത് വേണം. ലോഗോ വേറെയാണ്, ലോഗോ ആകുമ്പോ, പക്ഷെ പേര് വേറെ വേണം. ടാഗ്ലൈൻ നിങ്ങൾ ഇട്ടത് നല്ലതാണ്. അങ്ങനെ അത് കൂടി ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവാ. സോഷ്യൽ മീഡിയ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു ഇൻസ്റ്റാ പേജ് മെയിൻറ്റെയിൻ ചെയ്യുക. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെറുതായിട്ട് പഠിക്കുക. ചിലപ്പോൾ ചെറിയ ആൾക്കാരെ കിട്ടും. നമുക്ക് എനിക്കും കിട്ടാത്ത ആൾക്കാരെ എനിക്കും ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. ഒന്നാമത് ഉള്ളവരാണെങ്കിൽ ചെയ്യാൻ തയ്യാറാവില്ല. ഉള്ളവർക്ക് ഭയങ്കര ഡിമാൻഡാണ്, മറ്റുള്ളവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇത് ഉണ്ടായാൽ മാത്രമേ റേഞ്ചിൽ 25,000 ഒക്കെ ഇല്ലെങ്കിൽ ഒരാളെ കിട്ടാൻ വലിയ പാടാണ്. അത്രയ്ക്ക് ഇൻഷുറൻസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ലത്. ഷോർട്ട് കട്ട് മെത്തേഡുകൾ പഠിക്കാം. ഒരു തുടക്കം എന്ന രീതിയിലാണ് സാറേ നമുക്കൊരു ഹെൽപ്പ് വേണ്ടത്. തുടങ്ങി കിട്ടിയാലും പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചോളും. ഇത് ആൾക്കാർ ഈ പ്രൊഫഷണലായിട്ട് ഈ ജോലി ചെയ്യുന്നവർ അങ്ങനെ നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റില്ല, അവരെല്ലാം തിരക്കിലായിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി പോക്കറ്റ് മണി കൊടുത്താൽ മതി അവർക്ക് അവരത് താല്പര്യമായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ അവർക്കൊരു എക്സ്പീരിയൻസും ആകും. ആ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നല്ലതാ. ജസ്റ്റ് കീപ് ഇറ്റ് ദാറ്റ്, കീപ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യുക. വീഡിയോ, ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ നല്ല പ്രസന്റ് ചെയ്യുക. പിന്നെ പേയ്മെന്റ് ലിങ്ക് ഗേറ്റ് വേ ഉണ്ടാക്കുക. എന്നിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ താഴെ തന്നെ പേയ്മെന്റ് ഗേറ്റ് വേ എങ്ങനെയും കൊടുത്തോളാം. അതാണ് ഏറ്റവും നല്ലത് ആൾക്കാർക്ക് അയക്കുമ്പോൾ. പിന്നെ ബിസിനസ് വാട്സപ്പ് അത് ഉപയോഗിക്കാറുണ്ടോ? ബിസിനസ് വാട്സപ്പ് ഇല്ല സാർ, അത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ എന്റെ ഒരു പേഴ്സണൽ വാട്സപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യാം. ബിസിനസ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളൊന്നും അത്ര കണ്ട് സക്സസ് ആവില്ല അതിനകത്ത്. എന്നാലും ഓക്കെ, ബിസിനസ് വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റലോഗ്സ് എല്ലാം അതിൽ ബിൽഡ് ചെയ്തിടാം. പിന്നെ അതിൽ തന്നെ പർച്ചേസ് ചെയ്യാം ആൾക്കാർ, സ്പോട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. അവിടെ തന്നെ പേയ്മെന്റ് ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ട് പർച്ചേസ്. സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. ചെയ്തോ? ശരി, താങ്ക് യു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി ഇടുക സോഷ്യൽ മീഡിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസീന പറഞ്ഞോ. എനിക്ക് ബിസിനസിനെ ഇംപ്രൂവ്മെന്റ് ചെയ്തെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫേഴ്സ് ഒക്കെ കൊടുത്തു. ദിവാലി ടൈമില്, ദസറ ടൈമിലൊക്കെ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ കൊടുത്തു. അപ്പോഴും ആസ് യൂഷ്വൽ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഓഫേഴ്സ് കൊടുത്തത് എവിടെയാണ്? ഞാൻ വാട്സപ്പ് നിങ്ങൾ ഓൾറെഡി ഉള്ളവരല്ലേ? അതെ. അല്ല, അവര് പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, പിന്നെ അവരുടെ മറ്റേ ആ ഒരു ഇതിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ്സില്, ലേഡീസ് ഗ്രൂപ്പ്സിലൊക്കെ അവര് വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഓഫർ കൊടുത്തത്? ഞാനെല്ലാം 10% ഓഫ്, 25% ഓഫ്. ഔട്ട്ഡേറ്റഡ് പ്രോഗ്രാം ആണ് ഓഫ്. ആർക്കാ വേണ്ടേ? ഓക്കെ, അത് മനസ്സിലാക്കൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങള് 25% ഓഫ് കൊടുത്തു. എത്രയിൽ നിന്നാ 25% ഓഫ് അയാൾക്ക് എങ്ങനെ അറിയാം? ഇല്ല, റേറ്റ് ഉണ്ട്. റേറ്റ് കാർഡിന്റെ കൂടെ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങള് ത്രെഡിങ്ങിന് പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹം നല്ലൊരു ത്രെഡിങ് ചെയ്യുന്ന ഒരാളെടുത്ത് പോകണം, അതല്ലേ സ്വാഭാവികമായിട്ട് ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോ മറ്റൊരാൾ പറയാണ്, നിങ്ങൾക്ക് അൺനോൺ ആയിട്ട് ഒരാൾ പറയാണ് അവിടെ ത്രെഡിങ്ങിന് 25% കുറവാണ്. നിങ്ങൾ നല്ലോണം അറിയുന്ന ഒരാളെടുത്ത് പോകുമോ, അല്ല 25% ഓഫ് ഉള്ള സ്ഥലത്ത് പോകുമോ? അറിയുന്ന ആളടുത്തേ പോവുള്ളൂ. അല്ലല്ലോ. അപ്പൊ ഓഫർ വർക്ക് ചെയ്യോ? കാശ് കണ്ടല്ല അപ്പാണ്. കാശ് കണ്ടല്ല അപ്പ കയ്യിൽ. അപ്പൊ എവിടെ വരും? നമ്മള് എവിടെയാണോ നമുക്ക് അത് ഈ ചില ഫീൽഡ് പ്രത്യേകിച്ച് മനസ്സിലാക്കണ്ടേ. ഒരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമ്മൾ കരുതിക്കോളും. നമ്മളൊരു ഹോട്ടലിൽ സ്ഥിരമായി പോയി കഴിക്കുന്നുണ്ട്. അവിടെ ബിരിയാണിക്ക്
350 രൂപയാണ് വില. നമ്മൾക്ക് ആ ബിരിയാണി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, നമ്മളത് കഴിക്കുന്നത് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കാം. അപ്പൊ ആ വഴി അന്നേ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്ത കടയിൽ എഴുതി വെച്ചിരിക്കുന്നു ബിരിയാണിക്ക് 20% ഓഫർ, 350 പ്രൈസ് 25% ഓഫ് എന്ന്. നിങ്ങൾ പുതിയ കടയിൽ ബിരിയാണി കഴിക്കാൻ പോകുമോ അല്ല ആ പഴയ കടയിൽ തന്നെ പോയി കഴിക്കും? എന്നോട് ചോദിച്ചാൽ ഞാൻ പഴയ കടയിൽ തന്നെ പോവുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാരും പഴയ കടയിൽ തന്നെ പോകുള്ളൂ. കാരണം അവിടെ ബിരിയാണി ആ പ്രൈസ് അല്ല അവരുടെ മാറ്റർ, അവിടെ ടേസ്റ്റ് ആണ് മാറ്റർ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ടേസ്റ്റ് കഴിക്കാൻ വന്നിട്ട് ആ റേറ്റിനല്ല, നമ്മൾ ആ ടേസ്റ്റിനാണ് വില കൊടുക്കുന്നത്. പക്ഷേ അതേ ഓഫറിനെ അവര് പറയാണ് ബിരിയാണി ബൈ എ ബിരിയാണി. ഒരു ബിരിയാണി വാങ്ങിക്കുമ്പോൾ ബിരിയാണിയുടെ കൂടെ എന്താ പോലെ കഴിക്കുക, ഒരു ബിരിയാണി വാങ്ങിക്കുമ്പോൾ ഒരു ചിക്കൻ എന്താ പറയാ മറ്റെന്തെങ്കിലും ഒരു സാധനം ഒരു സ്പ്രൈറ്റ് ഫ്രീ, അല്ലെങ്കിൽ ഒരു നമുക്ക് എന്താ പറയാ ബിരിയാണി കഴിച്ചാൽ നമുക്ക് കഴിക്കുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ലെമൺ സോഡ ഫ്രീ, ഒരു ഉദാഹരണമാണ്. മറ്റത് പലർക്കും പല രൂപത്തിലായിരിക്കും. അപ്പൊ നമ്മള് എന്ത് തീരുമാനിക്കും? അങ്ങനത്തെ വരുമ്പോ സർ ഇത് എന്റെ മകനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഫ്രീ ഐറ്റംസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഫ്രീ അല്ല അവിടെ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഫ്രീക്കല്ല വില കൊടുക്കുക. ഫ്രീ എന്ന് വേണ്ടിയിട്ടല്ല ആൾക്കാർ പോകുന്നത്. ആ രണ്ടാമത്തെ ഐറ്റം അവർക്ക് ചോയ്സ് ആണ്, അത് അവർക്ക് ആവശ്യമാണ്. ബിരിയാണി കഴിച്ചാൽ അത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അത് അവിടെ ഫ്രീ ആയി കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വാല്യൂ കൂടുതൽ കൊടുക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, ഒരു ദിവസം പരീക്ഷിച്ച് നോക്കാം, എന്താ ഇത് എന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് ഫോർ എൻ എക്സ്പെരിമെന്റിനെങ്കിലും അവിടെ പോകും. ഇതാണ് ഹ്യൂമൻ സൈക്കോളജി. ഇവിടെ ഓഫർ എന്ന് പറയുന്ന സാധനം എവിടെയാണ് മനസ്സിലാവുന്ന പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഓക്കെ, എനിക്ക് എന്തായാലും ഒരു 5 ഷർട്ടും 2 പാന്റും ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഐ എം ഡിസൈഡഡ്, ഐ എം ഗോയിങ് ഫോർ എ ഷോപ്പിംഗ്. അല്ലെങ്കിൽ എനിക്ക് ഈ മാസം ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഏതൊന്നും സെലക്ഷൻ ഒന്നുമില്ല, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കും. എന്റെ സെലക്ഷൻ അവിടെ എത്തിയതിനു ശേഷമാണ് തീരുമാനിക്കുക. ആ വാങ്ങിക്കാൻ പോകുന്ന ഞാൻ ഓക്കെ അവിടെ 20% ഓഫ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാനിപ്പോ 2000 രൂപയുടെ പാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓഫർ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ ഓഫർ കിട്ടുന്നതാണല്ലോ ചോയ്സ്. ഞാൻ ഏത് സെലക്ട് ചെയ്യാം എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. ഓഫർ എനിക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ സ്ഥലത്ത് ഓഫർ വർക്ക് ചെയ്യും, പറ്റാത്തടത്ത് ഓഫർ വർക്ക് ചെയ്യില്ല. ഇപ്പൊ കല്യാൺ സിൽക്സിലേക്ക് പോകുന്ന ഒരാള് അവിടെ കല്യാൺ സിൽക്കിൽ പോകുന്നിടത്ത് പോത്തീസിൽ ഓഫർ കണ്ടാൽ പോത്തീസിലും ഉണ്ടാവും, അലൻസോളി കല്യാൺ സിൽക്കിലും ഉണ്ടാവും. അപ്പൊ പിന്നെ കല്യാൺ സിൽക്കിന് പോകണമെന്നില്ല. ഞാൻ മേടിക്കുന്ന പാന്റ് ഷർട്ടും അലൻസോളിയുടെയാണ്. ഓഫർ ഇതിൽ അലൻസോണിക്ക് എല്ലാത്തിനും ഉണ്ട്, അല്ലെങ്കിൽ പീറ്റർ ഇംഗ്ലണ്ട് ആണ്, അല്ലെങ്കിൽ വാനുസൈൻ ആണ്. ഞാൻ എവിടെ പോയാലും വാങ്ങിക്കാം. അവിടെ കല്യാണിനല്ല വില കൊടുക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡിനാണ്. അപ്പൊ ആ ബ്രാൻഡ് അവിടെയും കിട്ടും ഇവിടെയും കിട്ടും, ഓഫർ കിട്ടുകയും ചെയ്യും. കല്യാണത്തിൽ ഓഫർ ഇല്ല, ഇവിടെ ഓഫർ ഉണ്ട്, ഞാൻ പോത്തീസിൽ പോകും, അല്ലെങ്കിൽ ഞാൻ മറ്റേത് പോകും സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ ബാറ്റ മേടിക്കാൻ പോകും. ഞാൻ മേടിക്കുന്ന ബ്രാൻഡ് ബാറ്റയാണ്, അത് എവിടെ ഓഫർ ഉണ്ട് അവിടെ പോയി വാങ്ങിക്കും. സ്നീക്കേഴ്സ് ആണ് സ്നീക്കേഴ്സ് വാങ്ങിക്കും, അഡിഡാസ് ആണ് അഡിഡാസ് വാങ്ങിക്കും. അത് എവിടെ ഓഫർ ഉണ്ട് അവിടെ ബ്രാൻഡ് ആണ് നമ്മൾ നോക്കുന്നത്, ആ സ്ഥാപനമല്ല. ഇത് രണ്ടും വ്യത്യാസമായിട്ട് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പേഴ്സന്റെ ഓഫർ അല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കട്ടിങ് ചെയ്യാൻ വരുമ്പോൾ ഷേവിങ് നിങ്ങളല്ല, ഒരു കോമൺ ആയിട്ട് പറയാണ്, കട്ടിങ്ങിന്റെ കൂടെ ഷേവിങ് ഫ്രീ. പണ്ടത്തെ ഒരു ഓഫറാണ് ഈ ബാർബർമാർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊരു കൂപ്പൺ പ്രിന്റ് ചെയ്ത് കൊടുക്കുക അവർക്ക്. അതായത് ചെയ്തിട്ട് പോകുമ്പോൾ മാത്രമേ കൂപ്പൺ കൊടുത്തിട്ട് കാര്യമുള്ളൂ, മറ്റേ കാര്യമില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ 5 പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ 1 പ്രാവശ്യം ഫ്രീ. നമുക്ക് നഷ്ടമില്ല. ആ ഒരു ഫ്രീക്ക് വേണ്ടിയിട്ട് അവൻ 5 പ്രാവശ്യം വരും, 1 പ്രാവശ്യം ഫ്രീ കിട്ടുമല്ലോ എന്ന് കരുതിട്ട് വരും. ഇങ്ങനെ ഒന്നും മാറ്റി പിടിക്കോട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാ. ലൈക്ക് ഇവിടെ ഇപ്പോ ഭയങ്കരമായിട്ട് മറ്റേ യെസ് മാഡം അങ്ങനെ ഇങ്ങനെ പല പല കോമ്പറ്റീഷൻസ് ആണ്. ആരുമായിട്ടാ കോമ്പറ്റീഷൻ? ബ്യൂട്ടീഷ്യൻസ് തന്നെയാ. ഇപ്പൊ ഹോം സർവീസ് ഒക്കെ ഭയങ്കര കൂടുതലാ. ആയിക്കോട്ടെ, ആരുമായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്? അല്ല, ഈ കോമ്പറ്റീഷൻ തുടങ്ങിയത് ആരുമായിട്ടായിരിക്കും? കസ്റ്റമറുമായിട്ടാണോ? ഈ ബ്യൂട്ടീഷ്യൻസ്മാരുമായിട്ടാണോ? അല്ല, നിങ്ങൾ ആ ബ്യൂട്ടീഷ്യന്മാരുമായിട്ടാണോ കോമ്പറ്റീഷൻ? ആരുമായിട്ടാ കോമ്പറ്റീഷൻ? ബ്യൂട്ടീഷ്യൻസിനായിട്ട് തന്നെയാണ് കോമ്പറ്റീഷൻ. അങ്ങനെയാണെങ്കിൽ
അത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റീഷൻ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളിൽ കോമ്പറ്റീഷൻ ഇല്ല എങ്കിൽ ആ ഗ്രാമത്തിലെ ആ നഗരത്തിലെ എല്ലാവരും നിങ്ങളുടെ അടുത്ത് മാത്രമാണ് വരുന്നത്, നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനും ഇല്ലെങ്കിൽ, ഡു യു തിങ്ക് ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം 10 പേരെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഒന്നുമില്ല, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് തന്നെ വരുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ ഒരു ദിവസം 10 കസ്റ്റമറെ ട്രീറ്റ് ചെയ്യോ, 6 കസ്റ്റമറെ ട്രീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ 10 കൂടുതൽ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യും? എന്നോട് ചോദിച്ചു ഞാൻ വരുന്നവരെ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്നവരെ ഞാൻ അറ്റൻഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇല്ല, പോസിബിൾ അല്ല. ഹ്യൂമൻ സൈക്കോളജി പ്രകാരം ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ സ്ഥിരമായിട്ട് ഹസീനയുടെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, ഞാൻ ഇന്ന് ഹസീനയെ വിളിച്ച് ഹസീന ഇന്ന് ഞാൻ വരട്ടെ എന്ന് പറയുമ്പോൾ ഹസീന സ്വാഭാവികമായിട്ട് പറയും, വേണ്ട നിങ്ങൾ മറ്റന്നാൾ വന്നോളൂ, നാളെ ഇച്ചിരി തിരക്കാണ്, ഇന്നിപ്പോ നല്ല കസ്റ്റമർ ഉണ്ട് എനിക്ക്, നാളെ വന്നോളൂ എന്ന് പറയും, മറ്റന്നാൾ വന്നോളൂ എന്ന് പറയും. അപ്പൊ മറ്റന്നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്യും, കാരണം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ വന്നേ പറ്റൂ. അപ്പോഴേക്കും നിങ്ങൾ മറ്റൊരാൾ വിളിക്കുമ്പോൾ അവരോടും ഇത് തന്നെ പറയും. അങ്ങനെ ഫ്യൂച്ചർ ഗ്രോ ആയിട്ട് ഓട്ടോമാറ്റിക്കായി നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ കുറക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് കുറയും. കാരണം എന്താ, അയാൾ വരുമല്ലോ, അയാൾ നമ്മുടെ അടുത്തേ വരുള്ളൂ. ഇത് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്, എല്ലായിടത്തും ഇത് സംഭവിക്കും. ഒരു കസ്റ്റമർ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കോഴ്സ് അനൗൺസ് ചെയ്യാന്ന് കരുതിക്കോ, എനിക്കറിയാം ഞാൻ കോഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ 1 2 3 4 5 ഇത്രയും 300 ആള് ജോയിൻ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഞാൻ കോഴ്സ് അനൗൺസ് ചെയ്യുന്നുണ്ട്, എന്നതാണ് കോഴ്സ്, എല്ലാവരും കയറി വന്നോളൂ എന്നും പറഞ്ഞു പോകും. എനിക്കത് അറിയില്ല എത്ര പേര് വരുമെന്നൊരു പെടിയില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി കുറേ സമയം ഇരുന്ന് മെനക്കെട്ട് മാക്സിമം ആൾക്കാർക്ക് ഇത് എത്തിക്കാനായിട്ട്, ഞങ്ങളുടെ അഡ്മിൻ ആയാലും ഞാനായാലും എത്തിക്കാനായിട്ടുള്ള കുറെ വീഡിയോസും കുറെ ഇൻട്രൊഡക്ഷനും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. കാരണം എന്താ അറിയോ, എത്ര പേര് വരുമെന്ന് അറിയില്ല. ദിസ് ഓൾവേസ് കോമ്പറ്റീഷൻസ് മേക്ക് യു മോർ പെർഫെക്റ്റ്, അല്ലെങ്കിൽ എന്താ മോർ പ്രൊഡക്ടിവിറ്റി ആണ്. കോമ്പറ്റീഷൻ ഉണ്ടായത്രേ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുള്ളൂ. കോമ്പറ്റീഷൻ, ഇപ്പൊ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വളരെ ലോ പെർഫോമറായി മാറും. കോമ്പറ്റീഷൻ മാത്രമാണ് നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഹൈ കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ, അപ്പോഴും ഹൈ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങൾ പുറത്തെടുക്കും. അത് നേരത്തെ പറഞ്ഞ സംസാരം ഒരു പരാജിതന്റെ, ഒരു തോൽവിക്കാരന്റെ ആദ്യത്തെ പടിയാണ്, തോൽവി സമ്മതിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ്. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ഇതിൽ എനിക്ക് മുന്നേറണം എന്നുള്ളതാണ് വിജയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നറിയാം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുപോകണം. പറഞ്ഞോ അടുത്തത്. താങ്ക് യു. അടുത്ത ചോദ്യം ഉണ്ടോ? പറഞ്ഞോ, അടുത്ത ചോദ്യം. ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 35 ഫോളോവേഴ്സ് ഒക്കെ വന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ചൊരു 34 ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് പേര് 92 പേരൊക്കെ കണ്ടിട്ട് വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് സ്റ്റാറ്റസിലും ഇടുന്നുണ്ട് ഫോട്ടോസ്, അങ്ങനെ തുടങ്ങി കുറച്ച്. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സെയിൽസ് ചിലപ്പോൾ നടത്തിക്കിട്ടണമെന്നില്ല. ഇൻസ്റ്റന്റ് സെയിൽസ് അതിൽ നിന്ന് ഹാപ്പനിങ് ആവണമെന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവയർനെസ് ബിൽഡ് ചെയ്യും. ആൾക്കാർക്ക് ഇത് ഇന്ന സംഭവമാണ്, ഇവരുടെ അടുത്ത് ഇന്ന സാധനം ഉണ്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവരെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യും. ഒരാവശ്യം വരുമ്പോൾ അവർ വിളിക്കും. അവിടെ നിന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് പർച്ചേസിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ, ഹാപ്പിനെസ് മാസ്റ്ററുടെ വീഡിയോ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരൊക്കെ കാണുന്നു. അവരൊക്കെ അതിൽ 3000 4000 ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നു. അവരെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ടോ? അപ്പോ സോഷ്യൽ മീഡിയ ഒരു അവയർനെസ് ടൂളാണ്. അവിടെ നമ്മുടെ പ്രൊഡക്റ്റിനെ അറിയിക്കുക, നമ്മുടെ ഉള്ളതിനെ കൊടുക്കുക. അതിൽ 1 സോഷ്യൽ മീഡിയ കൺവേർഷൻ റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് 0.1% ഒക്കെയാണ്. പിന്നെ അത് അത്രയും അഗ്രസീവ് ആകുമ്പോൾ കിട്ടും, നല്ല വ്യൂസ് വരുമ്പോൾ. അതായത് 0.1, ഇപ്പൊ ഒരു 10 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 ആൾക്കാർ കസ്റ്റമറായി കിട്ടും. അപ്പൊ പക്ഷെ 10 ലക്ഷത്തിന്റെ എഫേർട്ടും 1000ന്റെ എഫേർട്ടും ഒന്നാണെന്ന് അറിയുക. അപ്പൊ അതുകൊണ്ട് വ്യൂസ് 10 ലക്ഷം കിട്ടാനുള്ള പ്രവർത്തനം നടത്തുക. പിന്നെ പരസ്യം കൊടുക്കാനായിട്ടുള്ള ഞാനൊരു ഓഫർ ഇടാന്ന് വിചാരിക്കുന്നു. എയർ ഫ്രയർ ഉണ്ടല്ലോ, എയർ ഫ്രയർ ഫ്രീ ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചാല്
അത്രയും അങ്ങനെ ഒരു ഓഫർ ഇടാന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായി. എയർ ഫ്രയർ എയർ ഇപ്പൊ ഒരു കോംബോ കട്ടില് മെത്ത സെറ്റ് അങ്ങനെ സെറ്റ് ആയിട്ട് ഒരു കോംബോ വാങ്ങണവർക്ക് ഒരു എയർ ഫ്രയർ ഫ്രീ അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ പരസ്യത്തിന് ആളോട് പക്ഷെ വരാൻ അവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്. അവര് കാര്യമുണ്ട്, കുറച്ച് നിങ്ങൾ ചേട്ടൻ ശ്രദ്ധിക്കേണ്ടത് ആ സാധനം കൊടുക്കുമ്പോൾ ഒരു പ്രൈസ് നിങ്ങൾ ലോക്ക് ചെയ്യണം, ബോട്ടം പ്രൈസ്, അതിനേക്കാളും താഴോട്ട് പോകരുത്. അതിപ്പോ കുറച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് ചേട്ടൻ. അതല്ല, കുറച്ച് അത് മാറ്റം വർക്കൗട്ട് ആവും, വന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവും. അതിപ്പോ സെയിൽസ്മാന് ഇപ്പൊ ഇല്ല. അപ്പൊ അവന്റെ ഇതായിട്ട് അപ്പൊ പുതിയതൊരാളെ സെറ്റ് ആയിട്ടില്ല. കുറച്ച് നമുക്ക് എപ്പോഴും ഫർണിച്ചർ വീട്ടിലേക്ക് കൊണ്ടുപോകണേക്ക് മുന്നേ ഒരു വാട്ടി പൊടി പോളിഷ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ ഒരു ആളില്ലാത്ത കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് സെറ്റ് ആയിട്ടില്ല. പണി അറിയണ കുട്ടികളായിട്ടില്ല. മറ്റേ പഴയ സ്റ്റാഫായിരുന്നു ആദ്യത്തെ. ആൾക്കാരെ എടുത്തേ പറ്റൂ. എയർ ഫ്രയർ അല്ലെങ്കിൽ അടുത്ത കോംബോക്ക് ഒരു മിക്സി, അതായത് ഇപ്പൊ ഒരു ഹൈ റേഞ്ചിലുള്ളതല്ല, കാരണം ഇപ്പൊ ഒരു 8,000-ന്റെയും 5,000-ന്റെയും ഒക്കെ ഉണ്ട്. ഞാൻ റിലയൻസിൽ പോയി അന്വേഷിച്ചു. അത് ഓഫർ അങ്ങനെയുള്ള കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ നിങ്ങൾ ഒറ്റ സെലക്ഷനിൽ കൊടുക്കരുത്. ഒരു 5 ടൈപ്പ് കട്ടിലുകൾ അല്ലെങ്കിൽ അതിന്റെ ബെഡുകൾ, അതിൽ ഏതെടുത്താലും ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോക്ക് ചെയ്യാം. 50,000-ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രൈസ്, ഇന്ന ഒരു ഓഫർ. 75,000 വെച്ചാൽ മറ്റൊരു ഓഫർ. ഇത് വർക്ക് ചെയ്യും. കാരണം എന്നിട്ട് അവരോട് പറയാം, അവർ ചിലപ്പോൾ സാധനം എല്ലാം എടുത്തു കഴിയുമ്പോൾ ഒരു 45,000 ആയെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ ഒരു സാധനം കൂടി വാങ്ങിച്ചോളൂ 5,000 റുപ്പീസിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു ഐറ്റംസ് കൂടി, നിങ്ങൾക്ക് ഒരു സാധനം ഫ്രീ ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓർഡർ, അത് കുഴപ്പമില്ല, 45,000-ന് ഞങ്ങൾ മേടിച്ചല്ലോ, തന്നേക്കെന്ന് പറയും. അങ്ങനെ പറയും. അപ്പൊ അതൊരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അത് അവരോട് പറയാം, അതല്ല, അത് ഇപ്പോഴല്ല തരിക, അത് നിങ്ങൾ കൂപ്പൺ ആണ് വരിക. ആ കൂപ്പൺ അടുത്ത പർച്ചേസ് നിങ്ങൾ ഒരിക്കലും സാധനം ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കരുത്, കൂപ്പൺ കൊടുക്കുക. എന്നിട്ട് ആ കൂപ്പൺ തിരിച്ച് റീഡീം ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്ന രീതിയിലാക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ വലിയ വില കാണില്ല. ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനത്തിന് ഒരു കാര്യമുണ്ട്, നേരിട്ട് കൊടുക്കുമ്പോൾ അതിന് വില കാണില്ല. കൂപ്പൺ കൊടുത്തിട്ട് ആ കൂപ്പൺ കൊണ്ടുപോയി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുമെന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അടുത്ത ഇലക്ട്രോണിക് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ കൂപ്പൺ മേടിച്ചു വെക്കുക. എന്നിട്ട് അവരോട് ഈ കൂപ്പൺ കൊണ്ടുവരുന്ന ആൾക്ക് അത് മറ്റൊരു മെത്തേഡാണ്, നമ്മുടെ എന്താ പറയാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ഇലക്ട്രോണിക് ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക, എന്നിട്ട് അവരോട് മിക്സിയുടെ പ്രൈസ് ഒക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ കൂപ്പൺ തരൂ, അതിന് പകരമായിട്ടില്ല, ആ കൂപ്പൺ കൊണ്ട് ആൾ ഇവിടെ വരും, അപ്പൊ ഈ മിക്സി കൊടുക്കുക. അപ്പൊ 50,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ ആ കൂപ്പൺ കൊടുക്കുക. അപ്പൊ അയാൾ അവിടെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ആ കമ്പനിയിലേക്കും അയാൾ പോകും, ഇവിടെയും ആകും. 2 സ്ഥലത്ത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. അപ്പൊ ഒബ്വിയസ്ലി ആയിട്ട് അവരും നമുക്കൊരു ഓഫർ പ്രൈസ് കുറച്ച് തരും നമ്മുടെ, കാരണം അവർക്ക് ഒരു കസ്റ്റമർ അവിടെ കിട്ടുമല്ലോ. കൊളാബറേഷൻ എന്ന് പറയും ഇതിന്, കൊളാബറേഷൻ മെത്തേഡ്. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. പരസ്യത്തിനുള്ള ആള് വന്നിട്ട് ഇപ്പൊ ദീപാവലി സമയത്ത് ഇവിടെ എന്താ പറയാ, ഈ പുരട്ടാ ശീല വന്നതേ ഉള്ളൂ, സമയം കിട്ടിയില്ല അല്ലേ, ഓടി എത്തിയതാണ്. ഇതെന്താ ഇന്ന് എവിടെയോ പ്രോഗ്രാം കഴിഞ്ഞു വന്ന പോലെ ഉണ്ടല്ലോ. ബാഡ്ജ് ഒക്കെ കുത്തിയിരിക്കണോ? ഞാൻ ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഇറങ്ങാൻ നേരത്തെ ഒരു കസ്റ്റമർ വന്നു. സമയ എന്താ ബാഡ്ജ് കുത്തിയിരിക്കണേ? ഞങ്ങളുടെ വെയിറ്റ് ലോസിന്റെ. പിന്നെ സാറേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ നാളെ ഞാനൊരു പുതിയ ഷോപ്പ് നോക്കാമെന്ന് പറഞ്ഞല്ലോ, മാറാനായിട്ട്. അപ്പൊ അതിന്റെ ടെൻഡറിന്റെ നോട്ടീസ് നാളെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അഡ്വാൻസ് അല്ല, അപേക്ഷ വയ്ക്കാൻ ഒരു കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നാളെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ? റൗണ്ടില് തന്നെയാണ്, റൗണ്ടില് വടക്കേ സ്റ്റാൻഡില്. എന്താ അപേക്ഷ കൊടുക്കണ്ട? എന്താണ് അപേക്ഷ കൊടുക്കണ്ടേ? നാളെ എന്താണ് അപേക്ഷ കൊടുക്കണ്ടേ? എന്താണ്? റൂമിന് റെന്റിന് എടുക്കാനായിട്ടേ, ഷോപ്പ് മാറാനായിട്ട്. ഷോപ്പിന്റെ ഫ്രണ്ട്, ഇപ്പൊ ഞാനുള്ള ഷോപ്പ് അത് മുനിസിപ്പാലിറ്റിയുടെ ആണോ? ദേവസ്വം ബിൽഡിംഗ്. ദേവസ്വം ബിൽഡിംഗ്. ദേവസ്വം ബിൽഡിംഗ്. അപ്പൊ ഇപ്പൊ എടുക്കാൻ പോകുന്നത് ദേവസ്വം ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന് മുമ്പേ അപേക്ഷ വെക്കണം അല്ലെ? എവിടെ? ശക്തൻ തമ്പുരാൻ അവിടെയാണ്, തൃശ്ശൂരാണ്? സ്റ്റാൻഡില്.
പുതിയ ബസ് സ്റ്റാൻഡ്. വടക്കേശ്വര പുതിയ സ്റ്റാൻഡിലേക്ക് ഇറങ്ങണ്ട, റൗണ്ടില് പിന്നീട് അവിടെയായിട്ട് കൈരളി ശ്രീ ബിൽഡിംഗ് ആ, അത്ര പിടിയില്ല, ഞാൻ റോഡ് ഒരു സൈഡ്. പ്രാവശ്യം വന്നതേ ഉള്ളൂ. അടുത്ത വരവിന് കാണാം. റോഡ് സൈഡിൽ തന്നെയാണ്. ശരി ശരി. വെയിറ്റ് ലോസ് വെയിറ്റ് നൗ. ഇന്ന് സൺഡേ വർക്കിംഗ് ആണോ? സൺഡേ വർക്കിംഗ് ആണ്. ട്രെയിനിങ് ഉണ്ടെങ്കിൽ മോർണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല, ഓൺലൈനായിരുന്നു. അപ്പൊ അത് കാരണം ട്രെയിനിങ് വരാനുണ്ടായിരുന്നു. ഒരു അസോസിയേറ്റ് ക്രിയേറ്റ് ആവാനായിട്ട് ഇന്ന് ആള് ഇത്തിരി ലേറ്റ് ആയിട്ട് വന്നത്. അപ്പൊ അവരോട് സംസാരിച്ചിരുന്നപ്പോ എത്ര മാസം, ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് ഏകദേശം ഒരു 75-80 അടുത്ത് വരും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ റെന്റ് എത്ര അവിടെ? റെന്റ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് 9,000 രൂപയാണ്. ഇപ്പൊ പുതിയത് എടുക്കുന്നത് അവര് കൊട്ടേഷനൊക്കെ വെച്ചിരിക്കുന്നത് ഒരു 11,000 ഒക്കെ വരുന്നു പറയുന്നു. 11-12 കിട്ടണം. അത് കമ്പനി തരുമോ, നിങ്ങൾ കൊടുക്കണോ? ഇല്ലില്ല, നമ്മുടെ സെൽഫാ, ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് അല്ലേ. ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ്സ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഫേസ് ചെയ്യുന്ന നമുക്ക് ടീം വർക്ക് ആണത്. ടീം വർക്ക്, ടീമിനെ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷെ നമുക്ക് ടീമിലേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട്, ഞാനിപ്പോ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടതിന് ശേഷമാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത് എന്റെ ആവശ്യത്തിനായിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ ആവശ്യത്തിന് നമ്മള് ഉള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് മനസ്സിലായി. സെലക്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് കുറെ വരുമാനം കിട്ടിയിരുന്നു. പക്ഷെ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ചെക്കിൽ കുറയും. അപ്പൊ നമുക്ക് ബിസിനസ്സായി, നമ്മുടെ സെൽഫ് മാത്രമായി, റീറ്റെയിൽ മാത്രമായി, പിന്നെ ക്ലബിലെ ചെറിയൊരു ഇൻകം മാത്രമൊക്കെ ആയി മാറും. അപ്പൊ നമുക്ക് ടീം വർക്കാണ്, നമുക്ക് ടീമിൽ വരുന്ന ബെനിഫിറ്റ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയായിരുന്നില്ല ശരിക്കും. ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും സ്ട്രോങ് ആയിട്ട് അവരുടെ ആവശ്യമുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്തു തുടങ്ങിയപ്പോ കുറച്ച് മാറ്റം. ഇതൊരു ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം, മറ്റേ ക്ലാസ്സിന് സമയമായി, ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യം, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വീണ്ടും പറയണം, കേരളത്തിലെ മിക്ക ആൾക്കാരുടെയും ഒരു ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു, വെറുതെ പൈസ കിട്ടണം, പണിയെടുത്തിട്ട് കാശുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറവാണ്. വലിയൊരു സമൂഹം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ഗവൺമെന്റ് തന്നെയാണ് അതിന് ഉത്തരവാദി. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾക്ക് ഫ്രീ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നും ജോലി ചെയ്തില്ലെങ്കിലും അവരവർ നിന്നു പോകുമെന്നുള്ള സത്യസന്ധമായ കാര്യം. നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോന്റെ താഴെയൊക്കെ കണ്ടാൽ മതി കമന്റ്. 5,000, 10,000, 25,000 ചോദിച്ചിട്ട് ഗൂഗിൾ പേ നമ്പർ അയക്കുന്ന ആൾക്കാര്. സാധാരണ കോമൺ സെൻസ് ഉള്ളവർക്ക്, പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കൃത്യമായി ആ വാക്ക് പറയണം, അരിയാഹാരം കഴിക്കുന്നയാൾക്ക് ആ ബുദ്ധി ഒന്ന് തോന്നാതിരുന്നാൽ മതി. കാരണം എങ്ങനെയാണ് ഫ്രീ കിട്ടുക, എന്താണ് ഫ്രീയുടെ അടിസ്ഥാനം? അത് വലിയൊരു ഘടകമാണ്. എവിടെ ഫ്രീ കണ്ടോ അവിടെ ആൾക്കാർ ചാടിക്കുന്നു. ശരിക്കും നമ്മുടെ സമൂഹം അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ആക്കിയതാ. ഫ്രീ സമൂഹമാക്കുമ്പോൾ വിഷയം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കല്യാണത്തിന് പോകുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവൻ പോകുന്ന എന്തിനാണ്? ഒരു ക്ഷേത്രത്തിൽ അവൻ പോകുന്നു, യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോകുന്ന എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവർ കാണിക്കുന്നത്. ഇതൊരു സ്വഭാവമായി മാറിയില്ലേ? കല്യാണത്തിന് ആൾക്കാരെ കണ്ടാൽ എവിടെയാണ് തിക്കും തിരക്കും കാണുന്നത്? എന്താ അവൻ ഒരു ദിവസം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണോ? ഒന്നും അല്ലല്ലോ. എവിടുന്നാണ് ആ ക്യാരക്ടർ വന്നത്? ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാല് ക്ഷേത്രത്തിൽ കയറുക പോലും ഉണ്ടാവില്ല. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാത്ത എത്രയോ ആൾക്കാർ ആ ഭക്ഷണം മാത്രം കഴിച്ചു പോകുന്നില്ലേ? ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണോ? അതൊരു ഒരു ഹാബിറ്റ്, ഒരു ക്യാരക്ടറായി മാറുന്നു. ഒരു കാര്യം ചെയ്യാൻ, മെയ് അനങ്ങാതെ വയറ് നടക്കണം എന്നുള്ളത്. ഇത് വളരെ അപകടം. നോർത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പ്രബുദ്ധരാണ് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. ഇത് മാറാത്തിടത്തോളം കാലം നല്ല ആൾക്കാരെ, നല്ല ജോലിക്കാരും കിട്ടുക. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും ആൾക്കാർ കടത്തിലും ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോഴും അന്യ സംസ്ഥാന ജോലിക്കാർ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു?
നിങ്ങൾ ആലോചിച്ചൊക്കെ, കടമുണ്ട്, ലോൺ ഉണ്ട് എന്ന് പറയുന്ന ഒരാളോട് തൊട്ട് ചോദിച്ചാൽ എന്ത് പണിയെടുക്കുന്നു ചോദിച്ചാൽ പണിയൊന്നും ഇല്ല എന്നേ പറയൂ. എന്ത് പണിയുണ്ട് എന്ന് പറയില്ല, ഒന്നും പണിയില്ല. അപ്പൊ അവൻ ബംഗാളി എടുക്കുന്ന, അവന്റെ വീട്ടിലേക്കും തൊടി എന്താ പറയുക, തെങ്ങിന്റെ ഇതെടുക്കാനായിട്ട് ബംഗാളിയെ അവൻ വിളിച്ചു വരുത്തും. അവൻ സ്വയം ചെയ്യില്ല. വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് കേരളത്തിന്റെ അത്. ഓക്കെ, ഏതായാലും ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. വീണ്ടും വിക്രമുമായിട്ട് നിങ്ങൾ തുടരുക. നമുക്ക് മറ്റേ ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമായി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you.